എന്തൊരു പറഞ്ഞത് ആ സ്റ്റാഫ് റൂമിലെ ഓരോന്നിനും ഒച്ച കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് എല്ലാവരും പഠിച്ചോ? കുറച്ച് വർക്കൊക്കെ ഞാൻ തന്നിരുന്നു, എല്ലാവരും ചെയ്തോ? എന്താ അവിടെ ഫ്രൈഡേ ഞാനൊരു എക്സാം നടത്തിയിരുന്നു. എത്ര പേര് അത് നന്നായി എഴുതി? പേപ്പർ ഞാൻ ഇപ്പൊ തരാം, അപ്പൊ അറിയാം എത്ര പേര് നന്നായി എഴുതിയിട്ടുണ്ടെന്ന്. അഞ്ചരിക്കൊന്നും ബസ് കിട്ടിയിട്ടാവില്ലേ? നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വരണമെന്നില്ല. എക്സാമിന്റെ പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കളക്ട് ചെയ്തോളൂ. റോഷ്നി പഠിച്ചിരുന്നോ? വിനീറ്റ അശ്വതി ഈ എക്സാമിൽ ടോപ്പ് സ്കോറർ ആരാണ് നിങ്ങൾക്ക്? അശ്വതി അല്ല, അശ്വതി കൈകാട്ടിക്കോളൂ. ഒന്ന് നോക്കിക്കാമോ? ആണോ? അതെ, ഹനോക്ക് തന്നെയാണ് എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ടോപ്പ് സ്കോറർ. ഹനോക്ക് വരൂ, എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. അമ്മ ചായ എടുക്ക. ആൻസർ ഷീറ്റ് കിട്ടോ? ഞാൻ ക്ലാസ് കേട്ടോ. പഠിച്ച് മാർക്ക് ചേട്ടനെത്തിയോ? ചായ എടുത്ത് ഇപ്പോൾ കിട്ടിയ വാർത്ത. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ തുടർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയില്ലെന്ന് സർക്കാർ ഉത്തരവ്. ഇതേ തുടർന്ന് കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. അയ്യോ അച്ഛാ, ഇങ്ങനെ പോയി ശരിയാവില്ലല്ലോ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ പോകും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അച്ഛാ ഫോൺ വേണ്ടി വരും. എൻ്റെ ആണെങ്കിൽ ഫോണില്ല. ഇങ്ങനെ ഫോൺ തരാൻ പറ്റുമോ? എന്റെ ഫോൺ? അപ്പൊ എനിക്ക് ഫോണൊന്നും വേണ്ട. അല്ല ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ വേണ്ടിട്ട് എന്റെ ഫോണൊന്നും ഞാൻ തരില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഒന്ന് മേടിച്ചു തരാം കേട്ടോ. വൈകിയാണെങ്കിൽ മറ്റൊരു ഫോൺ മേടിച്ചു. സംഭവം കൊള്ളാം. സാംസങ് ഗാലക്സി Y0. സാംസങ് ലേറ്റസ്റ്റാ. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചേക്കാം. ഹലോ വിജു, നിനക്ക് മനസ്സിലായില്ലേ? പപ്പ പുതിയ ഫോൺ മേടിച്ചെന്ന്. ഞാൻ വൈകിട്ട് വരാട്ടോ.
ആ അതെന്തായാലും നന്നായി. ഇതില് എന്തൊക്കെയുണ്ട്? അത് ഞാൻ വാട്സാപ്പിൽ വാട്സാപ്പ് മാത്രാണോ? അപ്പൊ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വെറൈറ്റി ആയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഇത് നോക്കുക എത്ര വെറൈറ്റി ആപ്പുകളാണ്. നിനക്കിതൊക്കെ യൂസ് ചെയ്തൂടെ? എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയോ? ഫ്രണ്ട്സിനോട് ചാറ്റാ, തുടങ്ങാലോ. പുതിയ പുതിയ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് സൗകര്യം അറിയോ? അങ്ങനെ പറയും. ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് ആപ്പ്. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പോസ്റ്റ് ഇടാം, കമന്റ്സ്, പുതിയ പുതിയ കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ കാണാൻ. എന്തായാലും നടക്കട്ടെ. ബൈ ബൈ. സാംസങ്ങിന്റെ ഫോൺ അടിപൊളി ഫോണാണ്. ഗെയിംസ് ഒന്നും ക്യാൻഡി ക്രഷ് ഒന്നുമില്ല. ഓൺലൈൻ ഗെയിമിംഗ് ചെയ്തോടെ ചീട്ട് കളിക്കില്ലോ. നമുക്ക് ചീട്ട് കളിക്കാൻ വേണ്ടില്ലേ? അല്ലടാ നമുക്ക് പൈസ ഉണ്ടാക്കാം. പോടാ കാര്യമായിട്ട് പ്ലേ സ്റ്റോറിൽ ഞങ്ങൾക്ക് റമ്മി ഞാൻ ഡൗൺലോഡ് ചെയ്തു. റമ്മി നമ്മള് 5-6 പേരോട് ഒരുമിച്ച് കളിക്കുമ്പോഴേ നമുക്ക് ബെറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. പൈസ അതെ കാര്യമായിട്ട് പൈസ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് പൈസ ആദ്യം 500 രൂപ ഉണ്ട് വരും. അത് അതിന് അക്കൗണ്ട് വേണം. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ? നീ പൈസ ഉണ്ടാക്കി എത്ര ഉപകാരം ഉണ്ടെന്ന് അച്ഛനോട് നോക്ക് സെറ്റ് സെറ്റാക്കി. ഓൺലൈൻ സംഭവം തന്നെ ഞാന് പഠിപ്പിയാണ്. വേറെ ഒന്നിനും കൊള്ളാത്തവനാണ് ചിലവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാശ് ഉണ്ടാക്കിയിട്ടാണ് അമ്മക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ. എന്തൊക്കെ സംഭവം അല്ലേ? വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിപ്പോ ഓൺലൈൻ റമ്മി. ഇതിപ്പോ കാശിനൊക്കെ ഓൺലൈൻ റമ്മി. അതായത് നമ്മള് ചീട്ട് കളിച്ച ഒരു കാശം തരും. അങ്ങനത്തെ സംഭവം കളിച്ച് 1000 രൂപ. ഞാൻ കുറച്ചുകൂടി കാശ് ഉണ്ടാക്കട്ടെ. എന്നിട്ട് ചിലവന്മാർക്ക് പറ്റുന്ന ചിലവന്മാർക്ക് കാണിക്കട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ വിചാരിച്ചാല് ഞാൻ ഈ കോൺസെൻട്രേഷൻ ഉള്ള ഞാൻ കളിച്ചിതാക്കട്ടെ. അമ്മേ അമ്മ 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 വാ. അല്ലമ്മ എനിക്ക് പപ്പയുടെ അക്കൗണ്ട് നമ്പർ എന്താ എനിക്ക് അത് സ്കൂളിന്റെ ഒരു ആവശ്യത്തിന് ഞങ്ങൾക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അക്കൗണ്ട് നമ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം അത് ഇതിന്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് നമ്മുടെ ആധാർ നമ്പറും ആധാർ കാർഡ് അക്കൗണ്ട് നമ്പറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അപ്പോഴും പറ. അപ്പൊ അമ്മ പറഞ്ഞ ഞാൻ പറഞ്ഞ അപ്പൊ കേൾക്കില്ല. അമ്മ പറ. പിന്നൊക്കെ കിട്ടിയിട്ട് വേണം കലക്കിനൊക്കെ കലക്കാൻ. എടീ നീ എന്റെ അക്കൗണ്ടിൽ നിന്ന് വല്ല പൈസ എടുക്കുന്നേ? സീറോ ബാലൻസ് ആണ്. നിങ്ങൾ പിന്നെ ആരെടുത്തേ? മോനവിടെ രണ്ടിന് ഞാൻ ശരിയാക്കി തരും. ആരെടുത്ത?
ഞാൻ നാളെ ബാങ്കിൽ പോയി ഞാൻ നാളെ ബാങ്കിൽ പോയിട്ട് എന്താ നോക്കിയിട്ട് പറയാം. കാണിച്ചു തരാം എല്ലാത്തിനും. ഇവിടെ ആരുണ്ട് ചേച്ചി? ഫോണുണ്ട് ഇവിടെ. ഹനുവിന്റെ വീടല്ലത്. അതെ, അവനും വീട്ടിൽ വിളിക്കി മോളെ വിളിക്കി. ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ഏതാ? ഹനൂപ്പിന്റെ വീടല്ലേ? ഹനൂപ്പിനെ വിളിച്ചേ. ശരി. പറഞ്ഞു കൊടുക്ക. ഇതിനെ വന്നേ ഞാൻ പറയാം. എന്റെ മോന്റെ പൈസ വാങ്ങിട്ട് കുറെ നാളായി, ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. പൈസ ഞാൻ വന്നേ, ആ പൈസ വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നത്. നിനക്ക് എന്തിനാണ് പൈസ? നിനക്ക് പൈസ വേണമെങ്കിൽ എന്നോട് പറഞ്ഞ പോരെ. ഓൺലൈൻ ഒന്നല്ല, ഓൺലൈൻ ഗെയിമിന് വേണ്ടിട്ട് കളിക്കാൻ വേണ്ടിട്ട് എന്റെ മോന്റെ കാശ് വാങ്ങിട്ട് ഗെയിമോ? ഞാൻ എന്താണ് കേൾക്കണേ? അച്ഛൻ നിനക്ക് ഫോൺ വാങ്ങിച്ചത് എന്തിനാണോ? എന്താണ് ഞാൻ കേൾക്കണത്? ഞാൻ കാശ് ഭയങ്കര ഉണ്ടാക്കാൻ നമുക്കതുകൊണ്ട് അതെനിക്ക് മനസ്സിലായില്ലത് ഇങ്ങനത്തെ വേണ്ട ഹാനോക്കെ, നിങ്ങൾ പിന്നെ ചർച്ച ചെയ്തു. നിങ്ങളുടെ അച്ഛൻ ആരാ വന്ന് ചർച്ച ചെയ്തു? എനിക്ക് കാശ് തന്നാ ഞാനിത് കേൾക്കണം. ഞാൻ നിങ്ങൾ ക്ഷമിക്കേണ്ടി പറഞ്ഞല്ല. തരാം, അവിടെ നിൽക്കുക. ശരി. ഞാൻ ഓൺലൈൻ റമ്മി കാശ് എടുത്ത് ഡാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഡാനി അവനെ പറഞ്ഞ എനിക്ക് എനിക്ക് കാശ് മേടിച്ചില്ല, അവനെനിക്ക് കാശ് തന്നു. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ തിരിച്ചു. പക്ഷെ ഇവര് അവന്റെ അമ്മ ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചില്ല. നീ അല്ലേ എന്റെ അക്കൗണ്ട് പൈസ എടുത്തേ അല്ലേ? വിഷമിക്കാൻ പറഞ്ഞു, നിങ്ങളെ വിഷമിക്കാൻ വേണ്ടിയല്ല. പക്ഷെ എനിക്ക് അറിയിട്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. ഞാൻ ഫോൺ മേടിച്ചത് എനിക്ക് മനസ്സിലായി അച്ഛൻ ഇങ്ങനെ ഒരു ചതി. അപ്പൊ ഞാൻ കളിക്കില്ല, ഞാൻ കളിക്കില്ല. സമാധാനമായോ? അപ്പൊ നമ്മൾ ജയിച്ചിട്ട് അപ്പൊ ഞാൻ കളിക്കില്ല. അല്ല അമ്മ, കാണണ്ട, എനിക്ക് കാണണ്ട. എന്റെ മോൻ ഇങ്ങനെയല്ല. കൈ പോകുന്നത് ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ടും അവരും തിരിഞ്ഞു നോക്കില്ല. എന്റെ അപ്പനും തിരിഞ്ഞു നോക്കില്ല. എന്റെ അമ്മ ആർക്കും യാതൊരു മൈൻഡില്ല ഞാൻ എത്ര മാർക്ക് പഠിച്ചിട്ട്. ശരി, ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കാശിന് വേണ്ടി കളി കളിച്ചു. അവർ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അയാളാണ് എല്ലാവരും ശിക്ഷിക്കണത്. ഒരു രണ്ടുപേർക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ആർക്കും ജീവിച്ചിരിക്കണം. എന്നിട്ട് ഒരു ആരും ഭയങ്കര ഞാൻ ചെറിയ ഗെയിം കളിച്ചപ്പോൾ നിങ്ങൾ എന്നെ വെറുക്കാൻ തുടങ്ങണം. പിന്നെ